ഹായ്. ഇന്നെനിക്ക് കുറച്ച് കുടംപുളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് ഉണക്കിയെടുക്കാനുള്ള പരിപാടിയില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഈ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതേ എനിക്കറിയാവൂ. ഈ ഫ്രഷ് ആയിട്ടുള്ള സാധനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഇങ്ങനെയായിരിക്കും കുടംപുളി. കണ്ടിട്ടില്ലാത്തവർക്കാട്ടോ. ഞാൻ ഈ ഇടക്കാലത്താണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഉൾവശമൊക്കെ ഇന്നാണ് കാണാൻ പോണത്. ഇതിങ്ങനെ പൊളിച്ചെടുക്കും. അപ്പോൾ ഇതിങ്ങനെ ഓരോ പാളിയായിട്ടുള്ള വരും കേട്ടോ. ഇതിനെ വൃത്തിയാക്കി നമുക്ക് മാറ്റി വെക്കാം. ഇങ്ങനത്തെ ഇതിൽ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് നല്ല സാധനമൊന്നുമല്ല. അത് അവരൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ചവിട്ടി ഉണക്കിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ. നല്ലതും കിട്ടും. ഇതതിൻ്റെ ഉൾവശത്തുള്ള ഒരു കായ, അല്ല വിത്ത്, കായല്ല വിത്ത്. ഈ സാധനം കഴിക്കാൻ കൊള്ളാമെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് കഴിക്കാൻ കൊള്ളാമെന്നുള്ളത് കേട്ടോ. പക്ഷേ ഇതെനിക്കിഷ്ടമില്ല. എന്തോ ഒരു പുളിപ്പ് മാതിരിയൊക്കെ. സോറി കേട്ടോ, കഴിക്കുന്നവരും ഉണ്ടാവുമല്ലോ. ഇതാണ് അതിൻ്റെ ഇത്. ഞാൻ ഈ കടയിൽ നിന്ന് മേടിച്ച് ഉണങ്ങിയിരിക്കുന്ന അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇതെനിക്ക് ഇന്നലെ ഒരിടത്തു നിന്ന് കിട്ടിയതാണ്. അപ്പം ഞാനിത് ഉണക്കിയെടുക്കുന്നതൊന്നും കണ്ടിട്ടില്ല. അപ്പം എനിക്ക് ചേട്ടൻ ചെറിയ രീതിയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് കഴിക്കുന്നവരും ഉണ്ടാവും കേട്ടോ. ഇത് പിന്നെ ഇവിടെ ആർക്കും കഴിക്കാൻ വേണ്ട, അതുകൊണ്ട് ഞാനത് കളയുക. ബോള് പോലെ കിട്ടി. ഇപ്പം എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഞാൻ നമ്മുടെ വീട്ടിൽ അവിടെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല. പൊട്ടിച്ച് ഗൈസ്. ഓറഞ്ചിൻ്റെ അല്ലി പോലെയൊക്കെ ആയിരിക്കണം കേട്ടോ. എന്താ, ഞാനിത് വായിൽ വെച്ചിട്ട് എനിക്കെന്തോ ഒരുമാതിരി തോന്നി. എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പം ഞാനത് കഴിച്ചുമില്ല. കണ്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഇത് ചുരുക്കാന്ന് തോന്നുന്നു കേട്ടോ ഉള്ളത്. പിന്നെ നമ്മുടെ പ്രദേശങ്ങളിൽ ഇത് അധികം ആരും ഉപയോഗിക്കാറുമില്ല. നമുക്ക് മറ്റേ വാളംപുളി, പിഴിയുന്ന പുളിയാണ് നമ്മുടെ അവിടെയൊക്കെ കൂടുതലുള്ളത് കേട്ടോ. ഞാനും അതാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് 2 ഈർക്കിലെടുത്തിട്ടുണ്ട്. ഇത് കഴുകി നന്നായി വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതണ്ടേ ഇതിനകത്ത് ഇതിങ്ങനെയാണോ ഇങ്ങനെയാണോ, ഇങ്ങനെ കേട്ടാവേ. ഇങ്ങനെയാണോന്നും എനിക്കറിയില്ല. നമുക്ക് ട്രൈ ചെയ്യാം. അയ്യോ, എൻ്റെ ഈർക്കിൽ കട്ടിയില്ല, എന്നിട്ട് വളഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഞാൻ മാത്രമായിരിക്കുമോ, അതോ ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ? ഇങ്ങനെയാണോ? അല്ല, ഒരുപാടുള്ളതൊക്കെ വേറെ രീതിയിൽ ചെയ്യുമെന്ന് എനിക്കറിയാം.
പക്ഷേ ഇങ്ങനെ കുറച്ചൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലേ? കുഞ്ഞു കുഞ്ഞല്ലേ, ഈ വലിപ്പത്തിനുള്ളതല്ലേ നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നത്? ഇങ്ങനത്തെ ഈ വലിപ്പത്തിനുള്ള ഇതുപോലത്തെയാണ്. ഇതിൻ്റെ ഉണങ്ങി കറുത്തിട്ടിരിക്കുന്നതല്ലേ നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു വൃത്തിയില്ലാത്തത് പോലെ ഇരിക്കും. നമുക്ക് അപ്പോൾ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഇനി അടുപ്പിൻ്റെ മണ്ടയിലെങ്ങാണ്ട കെട്ടിത്തൂക്കി ഇടുമെന്ന് തോന്നുന്നു ഉണക്കാൻ. ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി എങ്ങനെയാണ് ചെയ്യണമെന്ന് ചോദിച്ചറിയണം. ശരി, ബായ്.